എന്തേ വിശേഷം? ചില വാപ്പാർ ആവേശത്തോടെ പറയും, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും എനിക്കുണ്ട്. ആൺകുട്ടികൾ 2 ആളും പെണ്ണെട്ടി നല്ല തറവാട്ടുന്ന. മൂത്തോൻ അവിടെ വീട് വെച്ചു, ആ വലിയ പുര എന്റെ മൂത്തോന്റെതാ. ഇളയോനും കെട്ടി, ഓനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, തറവാട് പൊളിച്ച് ഓനും പുരണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ള 2 പെൺമക്കൾ ഒന്നിനെ പെരുമ്പാവൂരേക്കും ഒന്നിനെ ആലുവയിലേക്കും കെട്ടിച്ചു. നല്ല പിയാപ്പിളാരാ. മൂത്ത മോളെ മോക്കാ കഴിഞ്ഞ SSLCക്ക് 10A+ കിട്ടി. നിന്റെ ഇളയ മോന്റെ മക്കളാ മദ്രസയിൽ ചെന്നിട്ട് അൽഫിത്തറയിൽ 10 സൂറത്ത് കാണാതിരിക്കും ഇങ്ങിട്ട് ചെല്ലിത്തരും. ഇപ്പം മക്കളെയും പേരമക്കളെയും ഒക്കെ നോക്കി ജീവിക്കുക. ഇത്രയും പഠിച്ചോൻ തന്നില്ലേ, ഇനി അള്ള വിളിച്ചാൽ അങ്ങ് പോണം, ഇത്രയ്ക്കല്ലേ പഠിച്ചോനും തരാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന മുഅ്മിനെ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അത് മതിയോ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? മക്കള് വലുതായതും മക്കളെ കെട്ടിച്ചതും മക്കൾക്ക് പുരണ്ടാക്കി കൊടുത്തതും പേരക്കുട്ടികൾ ഖുർആൻ ക്ലാസ്സിൽ കാണാതെ പഠിക്കുന്നതും ഇത് മതിയോ നമുക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? നാളെ അള്ളാന്റെ ഖബറിലേക്ക് ചേർത്ത് വെക്കുന്ന ചോദ്യത്തിനെങ്കിലും ഉത്തരം കണ്ടിട്ടുണ്ടോ നമ്മള്? അള്ളാഹുവിനോട് പറയാനുള്ള മറുപടി ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുറഞ്ഞ കൊല്ലാണെങ്കിലും നിങ്ങളെ തിരിച്ചുള്ള മടക്കം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റണം. അതുകൊണ്ടായിരുന്നല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ റസൂലുള്ള ആദ്യമായി മദീനയിലേക്ക് ദഅവത്തിനയച്ചത് മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെയാണ്. അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്നപ്പം മദീനത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ അനുയായി മിസ്അബിനെ മദീനത്ത് വെച്ച് കൊല്ലണം, തിരിച്ച് അവൻ മക്കയിലേക്ക് പോകാൻ പാടില്ല. അതിന് മദീനത്തുള്ള ആളുകൾ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു സഅദ് ബിൻ മുആദ് എന്ന ഗുണ്ട. കൊന്നു കൊലവിളിക്കാൻ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന സഅദിനെ ചെന്ന് കണ്ട് അന്ന് മദീനയിലെ ചില ശത്രുക്കൾ പറഞ്ഞു, സഅദേ, മിസ്അബ് എന്ന ചെറുപ്പക്കാരനെ ഒരൊറ്റ അടിക്ക് കൊന്ന നീ ചോദിക്കുന്നത് ഞങ്ങൾ തരും. മുഹമ്മദിന്റെ അനുയായി ആ മിസ്അബ് ഒരിക്കലും മദീന വിട്ട് മക്കയിലേക്ക് ഇനി തിരിച്ചു പോകാൻ പാടില്ല. ശത്രുക്കളുടെ വാക്കും കേട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നു സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ. ഒരൊറ്റ ഏറിന് കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കടാരയിൽ വിഷം പുരട്ടി മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിക്കുന്ന ഈത്തപ്പനയുടെ ചുവട്ടിൽ മറഞ്ഞു നിന്നു, തക്കം കിട്ടിയാൽ എറിയണം എന്ന പ്രതീക്ഷയിൽ. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നും പടച്ച റബ്ബിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സഅദ് ബിൻ മുആദിന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത സങ്കടം വരാൻ തുടങ്ങി. അറിയാതെ സഅദിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അന്ന് അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ച കടാര താഴ്ത്തിപ്പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. 2ാമത്തെ ദിവസവും കൊല്ലാൻ വന്നു. വൈകുന്നേരം കടാര താഴ്ത്തിപ്പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. 3ാമത്തെ ദിവസം അസറോടടുത്ത സമയത്ത് തന്റെ കയ്യിലുള്ള കടാര മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിസ്അബേ, ഇത്ര രസകരമാണ് ഇസ്ലാമെങ്കിൽ, ഇത്ര സന്തോഷമാണ് അള്ളാന്റെ കലാമെങ്കിൽ എനിക്ക് ആ ദീൻ ഒന്ന് പഠിക്കണം മിസ്അബ്, എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് നേരിട്ട് കാണണം മിസ്അബ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യോടെ അള്ളാന്റെ റസൂലിന്റെ അരികിലെത്തുമ്പം അന്ന് സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരന്റെ വയസ്സ് 30 വയസ്സാണ്. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പിന്നെ 5 കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ആ 35 വയസ്സിന്റെ ഇടയിൽ ബദർ യുദ്ധം വന്നൊരു രംഗമുണ്ട്. ആ ബദറിലേക്ക് അൻസാറുകളായ സഹാബത്തിനെയും കൂട്ടി റസൂലുള്ള ബദറിലേക്ക് പുറപ്പെട്ടു. കേവലം കച്ചവട സംഘത്തെ മാത്രം പ്രതീക്ഷിച്ചു ചെന്ന റസൂലുള്ളാന്റെ 314 ചെറിയ സൈന്യം എതിർഭാഗത്ത് കാണുന്നത് 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ. എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടു നിൽക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിച്ചിരുന്ന ഉടനെ അൻസാറുകളുടെ നേതാവായിരുന്ന ഇതേ സഅദിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, സഅദേ, എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ? ഒരുപക്ഷെ യുദ്ധം ചെയ്തു തുടങ്ങിയാൽ ഞാനടക്കം ഒരാളും ജീവനോടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഅദേ, ഒരിക്കലും താങ്കളും ജനതയും പറയാൻ പാടില്ല മുഹമ്മദ് നബി കൂട്ടിക്കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്തു, കൊല്ലാൻ കൂട്ടുനിന്നു എന്ന് പറയരുത് സഅദേ. അതുകൊണ്ട് പറ, യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ? എല്ലാവരും ആവേശത്തോടെ സഅദ് ബിൻ മുആദിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് അന്ന് സഅദ് പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, സഅദ് ബിൻ മുആദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്നും കഴുകന്മാര് മാംസം കൊത്തിവലിക്കുന്നത് ബദറിന്റെ മണലിൽ താങ്കൾ കണ്ടാൽ അത് കാണുന്നത് വരെ താങ്കൾ നിരായുധനായി നിന്നോ, നിങ്ങളെ ഞാൻ നോക്കും. പക്ഷെ എന്റെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ തിരിച്ചോടണം നബിയെ
എന്റെ വീട്ടിലേക്ക്, എന്റെ ഭാര്യയും മകളും താങ്കളെ സംരക്ഷിച്ചു കൊള്ളും. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 35-ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിന്റെ ഇടക്ക് വയറിന് വെട്ടുകിട്ടുക. വേദന കൊണ്ട് വയറിന്റെ രക്തം പോയി സങ്കടത്തോടെ യുദ്ധക്കളത്തിൽ കിടക്കുന്ന സഅദ് ഇബ്നു മുആദിനോട് സഹാബാക്കൾ ചോദിച്ചു, സഅദേ എന്ത് ചെയ്യണം? അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, മദീനത്തെ പള്ളിയോട് ഇനി ഒന്ന് ചാരിക്കടത്തണം. സഹാബാക്കൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയോട് ചാരിക്കടത്തി. സഅദിന് വെട്ട് കിട്ടി എന്നറിഞ്ഞ റസൂലുള്ള ദൂരത്ത് നിന്ന് ഓടിക്കതച്ച് റസൂലുള്ള ആ സഅദിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും സഅദ് ഇബ്നു മുആദ് മരിച്ചിട്ടുണ്ടാകും. മരിച്ചു കിടക്കുന്ന സഅദിന്റെ മയ്യത്ത് മടി കിടത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ നെഞ്ചുപൊട്ടി നിൽക്കുമ്പം സഹാബാക്കളിൽ ചിലരും കരയാൻ തുടങ്ങി. പെട്ടെന്ന് റസൂലുള്ള കരയുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കരയരുത് സഹാബത്തെ, കാരണം സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് അള്ളാഹുവിനെ പോലും, അഥവാ സഅദ് ഇബ്നു മുആദിന്റെ മരണം പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും ഒന്ന് വിറച്ചു കളഞ്ഞിട്ടുണ്ട്, ഒന്ന് വിറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഅദിനു വേണ്ടി നിങ്ങൾ കരയരുത്, സഅദിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആ മയ്യത്തും എടുത്ത് ഖബർ പറമ്പിൽ ചെന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ച് അതുവരെ സഅദിനു വേണ്ടി ആലോചിച്ച് കരഞ്ഞിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കും. സഹാബാക്കളോട് ചോദിക്കും, നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ച്? ഇതുവരെ കരഞ്ഞ നിങ്ങൾ എന്തിനാ റസൂലെ ചിരിച്ച്? അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഏതു മനുഷ്യൻ മരിച്ചാലും അവനെ ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബറിൽ നിന്നും അവന്റെ ആത്മാവിനെ അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആ ഖബറിൽ പടച്ച റബ്ബ് മലക്കുകളെ ഹാജരാക്കും. ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് മരിച്ചവൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച. ചിലർക്ക് ഒരു മലക്കെ ഖബർ കാത്തുക്കൂ, ചിലർക്ക് 2, ചിലർക്ക് 3, ചിലർക്ക് 10, ചിലർക്ക് 100. എന്നിട്ട് ആ ഖബറിലേക്ക് വിരളി ചൂണ്ടി അള്ളാന്റെ റസൂല് ഒരൽപ്പം പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ സഅദിനു വേണ്ടി അള്ളാഹ് ഖബറിൽ കാത്തു നിർത്തിയത് എത്ര മലക്കിനെയാണെന്നറിയോ സഹാബത്തെ? അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാവല് നിൽക്കുന്ന 70,000 മലക്കുകളെ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാന്റെ അരികിലേക്ക് പോകുന്ന സഅദിനെ റബ്ബ് എനിക്കൊന്ന് കാണിച്ചു തന്നു. ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി, അതാ ഞാൻ ചിരിച്ചു പോയത് സഹാബത്തെ. 5 കൊല്ലം അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. 5 കൊല്ലം കൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടിയോടെ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാനുള്ള സമാധാനത്തിന്റെ വിശ്വാസം അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, 50 കൊല്ലം ജീവിച്ചിട്ടും ഒരു 10 മലക്ക് ഖബറിൽ കാത്തു നിൽക്കുന്ന ഉറപ്പില്ലാത്ത ഞാനുങ്ങളും എങ്ങനെയാ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുക? എങ്ങനെയാ നമ്മൾ അള്ളാനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുക? നല്ലൊരു വിശ്വാസം പോലും ഇന്ന് ഹൃദയത്തിൽ നിന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ ഇന്ന് 2. 1 ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവർ, 2 ഇസ്ലാമിന്റെ പുറത്തുള്ളവർ. പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും കാര്യം പറഞ്ഞ് ഇസ്ലാം യുദ്ധത്തിന്റെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും മതമാണെന്ന് ശത്രുക്കൾ ആക്ഷേപിക്കും. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നിരീശ്വരവാദിയുടെ നേതാവായിരുന്ന, അന്ന് കമ്മ്യൂണിസം തലക്ക് പിടിച്ചിരുന്ന അന്നത്തെ ഒരു നേതാവ് മരിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനൊരു മതം സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഇസ്ലാം എന്ന മതം ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു. വിവാദമായ പ്രസ്താവനയെ പറ്റി പത്രക്കാർ കുത്തി ചോദിച്ചപ്പം അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ മറുപടി, ഇസ്ലാം എന്ന മതത്തിൽ കെട്ടുകഥകളില്ല, ഇസ്ലാം എന്ന മതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളില്ല. മുഖത്ത് ശൂലം കുത്താനോ അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ഏതെങ്കിലും കനലുകൾക്ക് മുകളിലൂടെ നടക്കാനോ അല്ലെങ്കിൽ 10,000ന്റെ പൊട്ടിച്ചു തീർക്കുന്ന പടക്കങ്ങളുടെ ആഘോഷങ്ങളോ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന റബ്ബിന്റെ മതമാണ് ഇസ്ലാം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊഞ്ഞനം കുത്തുന്നതും ആദ്യം പരിഹസിക്കുന്നതും ഇസ്ലാം എന്ന മതത്തെ ആയിരിക്കുമെന്ന് ഇന്നത്തെ ചില ആളുകളുടെ വർത്തമാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരും.